Bye guys. Thank you. നമുക്ക് ബോക്സ് ചെയ്ത് പോവാം. ഞങ്ങൾ അങ്ങനെ റൂം ചെക്കൗട്ട് ചെയ്ത് മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ചെറിയ ചേഞ്ച് ഓഫ് പ്ലാൻസ് വേറെ ഒരു ഇറ്റാലിയൻ ഹാൻഡിക്യാപ്പിനെ നോക്കി കിട്ടിയാണ് സ്വന്തമായിട്ട് പോകുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ ഇപ്പോൾ ചെറിയ ചേഞ്ച് ഓഫ് പ്ലാൻസ് ആണ്. കൊളോസത്തിൽ പോകുന്നതിന് മുന്നേ ഈ ബാഗ് ലഗേജൊക്കെ നമ്മൾ അടുത്ത എയർബിഎൻബി ചെക്ക് ഇൻ ടൈം ആയിട്ടില്ല, പക്ഷേ ഒരു ലഗേജ് വെച്ചോളം പറഞ്ഞു. നമ്മൾ എല്ലാവരും പോയിട്ട് ലഗേജസ് അവിടെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് അറൗണ്ട് 4 PM ആണ് ചെക്ക് ഇൻ. അത് പിന്നെ മാറ്റി 2 ആക്കിയല്ലേ, 2 PM ചെക്ക് ഇൻ ആക്കിയത്. പക്ഷെ നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല, ലഗേജ് വെച്ചിട്ട് നമ്മൾ ഇറങ്ങും. അത് നമ്മൾ കൊളോസിയം പോകും. എന്നിട്ട് കൊളോസിയത്തിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മൾ കയറുന്ന എയർബിഎൻബി അതും കാണിക്കും അല്ലേ. എന്തൊരു മനച്ചേർച്ചയാണ് നമ്മൾ. യെസ് ഓർ നോ. ഇത് കണ്ടോ ഗൈസ്, ചുള്ളൻ ഭർത്തൂന ഞാനാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഒരു ഗൈസ് ഞാൻ അറിയുന്നു. ഈ ഷർട്ട് സെലക്ട് ചെയ്ത് ഞാൻ, ഈ പാന്റ് സെലക്ട് ചെയ്ത് ഞാൻ പോവാ. ഗൈസ് ഞാനാണ് പക്ഷെ വാശി പിടിച്ച് വാങ്ങണം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ച്. ഇപ്പൊ കണ്ടോ ബ്ലാക്കും വൈറ്റും ബ്ലാക്കും കണ്ട് ചുരുന്നായി നടക്കുന്നേ. ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു ഗൈസ്. മെട്രോ അവിടുന്ന് കയറി വന്നാൽ ഇതാണ് നമ്മുടെ ദൂസറ എയർബിഎൻബി ടൂർ. ഇവിടെ ക്യൂട്ട് കിച്ചൺ ഉണ്ട്, ഫ്രീ വൈൻ, ഹാൻഡ് ഇവിടെ ഉണ്ട്, ക്യൂട്ട് ടൈം ടേബിൾ ഉണ്ട്, പിന്നെ ക്യൂട്ട് ടി വി ഉണ്ട്, പിന്നെ സോഫയുണ്ട്, ഇവിടെ ബാത്റൂം ഉണ്ട്, വർക്കിംഗ് കാർപ്പറ്റ്, ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് ഉറങ്ങണം. ഇത് ക്യൂട്ട് കൊടുക്കും അല്ലേ, വെരി ക്യൂട്ട്. നമ്മൾ ഒരു 10 മിനിറ്റ് ലേറ്റായി. സോ നമ്മുടെ ഗൈഡഡ് ടൂറിസ്റ്റ് പോയി. അപ്പോൾ ഇനി നമ്മൾ ഐസ്ക്രീമും കഴിച്ച് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ടൂർ പോകേണ്ടി വരും. ഓഡിയോ ഗൈഡ് തന്നിട്ടുണ്ട്, നമ്മളത് കൊണ്ട് ഈ ഐസ്ക്രീം ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കൊളോസിയത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നതാണ് കാണുന്നത്. അതെ, സ്റ്റെപ്സ് എടുത്ത് കയറി വേണം പോകാൻ. കേസ് കണ്ടു, നിങ്ങൾ ഗൈഡ് എടുത്തില്ലെങ്കിൽ ഞാൻ സ്റ്റെയർകേസ് ഇങ്ങനെ കയറിക്കാം ചെയ്യാം. ഇപ്പോൾ ഗൈഡാണ് എൻ്റെ ഗൈഡിൻ്റെ കൂടെ നടന്ന് തളർന്ന് പ്രശ്നമാവും. ഞങ്ങൾ നോക്കിയേ ആരുടെ അവിടെ ഇരിക്കാം, ഗൈഡാണ് ഇരിക്കാൻ പറ്റും. അപ്പോൾ കൊള്ളാം. ഇതിങ്ങനെ അഴിച്ചുവിട്ട പശുവിനെ പോലെ നടക്കുന്നുണ്ടെങ്കിൽ കൊണ്ടൊക്കെ കൊള്ളാം. A 30 meters tall gold and bronze statue of Nero, so gigantic and colossal that it will later inspire. ഗൈസ്, 2 സ്ത്രീകൾ പൊക്കി പറഞ്ഞു ഭർത്ത് നല്ല ഫോട്ടോ. മെഡാമാസ് വന്നിട്ട് എൻ്റെ സ്കിൽസ്, എൻ്റെ ഭാര്യ ഒരിക്കലും അത് അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. ഏതോ 2 മെഡാമക്കളകൾ എൻ്റെ സ്കിൽസ് അപ്രീഷിയേറ്റ് ചെയ്തു. He did the job എന്നാ പറഞ്ഞത്. I always do the job, madam. I do different types of jobs, part-time jobs that I don't want to disclose here. Okay, bye. Bye guys. ഗൈഡില്ലാണ്ട് വന്നിട്ട് നമ്മൾ അത്യാവശ്യം ഗൈഡിനൊക്കെ കൂടുതലുണ്ട്. വെറുതെ കൊളോസം കണ്ടു, എന്താ കാണണമെന്ന് ഒന്നും അറിയില്ല. എന്തോ കണ്ടു വന്നു. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് അത് ടേസ്റ്റ് ഇല്ല. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഹിസ്റ്റോറിക് മോണമെന്റ്സ് അത്ര വലിയ ടേസ്റ്റ് ഇല്ല. അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുന്നതല്ല, പക്ഷെ എനിക്കിതിൽ കുറച്ച് ക്രേസുള്ള ആളാണ്. ഞാൻ പണ്ട് ഒരിക്കലും ഇത് ക്രേസില്ല. സംഭവം കണ്ടു, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രശ്നം. എൻ്റെ ഭാര്യയ്ക്ക് 4 ഫോട്ടോ എടുത്താൽ കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ബസ് പോവുകയാണ്. സ്ഥലം കണ്ടു പക്ഷെ കണ്ടു കേട്ടോ, അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കൊളോസിയം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ച് നോക്കുമ്പോഴൊക്കെ എത്രയോ തിരക്ക്, വെയിലില്ലായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടു. ഈ നമ്മൾ വേറെ പിന്നെ നമ്മളടുത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ അടുത്ത അട്രാക്ഷൻ ആയിട്ടുള്ള
ഇതൊരു മേജർ അട്രാക്ഷൻ കൊളോസിയം. നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസീലിയയിലേക്കാണ്. അല്ല ഇപ്പൊ ഇതല്ലാണ്ട് വേറെ സ്ഥലത്ത് പോയല്ലേ? റോമൻ ഫോറം. ഓക്കെ, അതും കൂടെ കണ്ടിട്ട് നമുക്ക് അവിടെ പോകാം. അങ്ങനെ നമ്മൾ എക്സിറ്റ് ചെയ്യാം. അടിപൊളിയായിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു വ്യൂ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനായ ഗൈഡിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ കൊണ്ടുപോകണതായിരിക്കും. എല്ലാം പറഞ്ഞു തരും ചെയ്യും. ഓക്കെ, എത്ര തിരക്കും. ഇനി നടക്കണോ എന്നാണ് ചോദ്യം. ഇവിടെ വന്നാൽ കുറെ നടക്കേണ്ടി വരും. ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. എവിടെ പോലും നടക്കണം. എത്ര നടക്കാൻ പറ്റണ അയ്യോടെ നോക്കി എത്ര നടക്കാനുള്ള ആളാണെങ്കിലും ശരി. കാരണം എൻ്റെ ഗോപി രഞ്ജോട്ടൊക്കെ വൻ നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നടക്കുന്ന ആൾക്കാരല്ല, പക്ഷെ അവർ നടക്കുന്ന ആൾക്കാരായിട്ടും അവരിപ്പോൾ റൂമിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് അത്യാവശ്യം നടക്കണം. അവരിവിടെ വന്നിട്ട് ഏകദേശം 9 ദിവസമായി. നമ്മൾ വന്നിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അവർ ഓൾറെഡി കുറേ നടന്ന്, എന്നാലും കുറേ നടക്കണം കേട്ടോ. അവരുടെ കാലൊക്കെ തഴഞ്ഞിട്ടുണ്ട്. കുറേ നടക്കണം, നടക്കാൻ തന്നെ വേണം. അത്യാവശ്യം നടക്കണം. എല്ലാ ട്രിപ്പിന് പോകുന്നവരും ഇങ്ങനെ നടക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ശീലമില്ലാത്തതുകൊണ്ട് വലിയ സംഭവമായിട്ട് പറയുന്നത് മാത്രം. ആ കുതിരയുടെ ചാണകത്തിൻ്റെ അത്ര പോലും അവൻ സൈസില്ല. പക്ഷെ അവൻ്റെ ഷോ കണ്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആ കാണുന്ന കൊളോസത്തിൽ നിന്ന് നടന്ന് നേരത്തെ കാണിച്ച വഴി ഇവിടെ എത്തി. ഇതാണ് റോമൻ ഫോറം അഥവാ ആർക്കിയോളജിസ്കോ ഡെൽ കൊളോസിയോ പലാറ്റീനോ ഫോറോ റൊമാനോ, അതായത് റോമൻ ഫോറം. എൻ്റെ ഭാര്യ ഇവിടെ ഓൾറെഡി കയറി ക്യൂവിൽ നിന്ന് കഴിഞ്ഞു. ഭയങ്കര കാര്യക്ഷമതയുള്ള കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോമൻ ഫോറത്തിൻ്റെ മുന്നിൽ വന്ന് ക്യൂ നിൽക്കുക. ആൾക്കാരെ കണ്ടു. ടിക്കറ്റ് ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറും. സ്കാനിങ് തുടങ്ങി. സ്കാൻ ചെയ്താണ്. ഹലോ, നമ്മളിവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടും. എന്നിട്ട് നമ്മളിത് ആ കാണുന്ന അങ്ങോട്ട് പോകും. ഹായ് ഗൈസ്, ബൂട്ടി നോക്കൂ സുഹൃത്തുക്കളെ. ബൂട്ടി ഇത് ഗാർഡൻസ് ആണ് കേട്ടോ. കൊളോസത്തിൻ്റെ പലജി ഹിൽസിൻ്റെ ഭാഗത്തുള്ള ഗാർഡൻസ് ആണ് കാണുന്നത്. സെൻറ്ററിൽ അവിടെ നിൽക്കും. ഒരു പിക്ക് എടുക്കട്ടെ. എന്തോ വലിയൊരു റിക്വസ്റ്റ് ഒക്കെ നടത്താൻ പറയുക. നല്ല ഫോട്ടോ എടുക്കാനാണ് ചോദിക്കുന്നത്. എന്താ വലിയ പുള്ളികളാണേ. ഡീറ്റെയിലിങ് നമുക്ക് ഇതൊരു വലിയ കാര്യം. ഇവിടുത്തെ കുറേ പോയിൻറ്റ്സിലും ഇതേപോലെ നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാനുള്ള ചെറിയ ടാപ്പുകളുണ്ടാവും. നല്ല വാട്ടർ ആയിരിക്കും ഇവിടെ. അങ്ങനെ വെള്ളം കിട്ടാനും പാടാണ്. പക്ഷേ വെള്ളം കിട്ടുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ ടൂറിസ്റ്റും പ്രിഫർ ചെയ്യുന്നത് ഇതേപോലത്തെ ടാപ്പുകളിൽ നിന്ന് വെള്ളം ഫില്ല് ചെയ്യുക, ഒരു ബോട്ടിൽ കൊണ്ട് എല്ലാവരും നടക്കുന്നത്. പിന്നെ എല്ലാ സ്പോട്ടിലും ഇതേപോലെ വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. പൊതുവെ ഇറ്റലിയിൽ ഇത്തിരി ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ഡീഹൈഡ്രേഷൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയ്യിൽ കരുതും. ഇങ്ങനത്തെ ടാപ്പുകളിൽ നിന്ന് വെള്ളം നിറയ്ക്കും. പിന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് ഇങ്ങനത്തെ ഒരു സാധനമായി കുടിക്കുകയും ചെയ്യും. ഇതൊരു ഓറഞ്ച് ജ്യൂസാണ്. ഒരു 250 യൂറോസാണ് കൊടുത്തത്. €2.50. പക്ഷെ നല്ലതാണ്, വേർത്തിട്ടാണ്. നല്ല റിഫ്രഷിംഗ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ വാക്കിംഗ്. നമ്മൾ അവിടുന്ന് അങ്ങനെ വന്ന് ഇനി ഗാർഡനിങ് ഇങ്ങനെ കറങ്ങി അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് എന്ത് രസമാണ് കാണാൻ സ്ഥലം. A few years later. നമ്മളങ്ങനെ എവിടേക്ക് പോയി വീട്ടിലെത്തി റെസ്റ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഇറങ്ങി. എന്തിനും ഇറങ്ങിയേ? ഇന്ന് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ഇന്നും ഇറങ്ങി. സൂപ്പർ. ആ പ്ലെയിൻ ഇങ്ങനെ പോയി ഇത് നോക്കുക.
എന്താ വിളിച്ചത് ബാക്കിന്റെ പുറത്ത് അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ പൊറോട്ട ബീഫ് കേരള റെസ്റ്റോറൻറ്റ്. കണ്ടോ നിങ്ങൾ? റൈറ്റ് സൈഡിലുണ്ട്. കോമൺ തപ്പിക്കൊണ്ട് ഗൈസ് നമ്മുടെ ഇവിടെ ഒരു ട്രാൻസ്ലേഷൻ കണ്ടു, ഇറ്റാലിയൻ ട്രാൻസ്ലേഷൻ. നമ്മുടെ കേരളവും ഇറ്റലിയും എത്രമാത്രം അഭേദ്യമായ ബന്ധം എത്രമാത്രം എന്ന് വിളിച്ചോതുന്ന ഒരു കട. നുണ അഥവാ ലൈ. വിത്ത് ട്രാൻസ്ലേഷൻ. ഇറ്റാലിയൻ കൾച്ചറും കേരള കൾച്ചറും എത്രമാത്രം പരസ്പരം ഇണചേർന്ന് കിടക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. നുണ ലൈ. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ ഗൈസ് ഇഷ്ടം അല്ല ഹൃദയം തരണേ, കൂട്ടുകൂടണേ. നയിച്ച് കഴിഞ്ഞ് നമ്മൾ നാളെ രാവിലെ ഫ്ലൈറ്റ് കയറി തിരിച്ച് സ്വീഡൻ പോകണം അല്ലേ? അയ്യോ വണ്ടി ഫോട്ടോ Cheers to Rome. The next day. അങ്ങനെ റോമിലെ ലാസ്റ്റ് ഡേ. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് രാവിലെ 10 മണിക്കാണ്. ഇപ്പോൾ 6 മണി 6-7 മണിയായി. അപ്പോൾ നമ്മൾ ഗോപി രഞ്ജനോട് ബൈ ഒക്കെ പറഞ്ഞ് പെട്ടൊക്കെ എടുത്ത് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് നമ്മൾ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ പോവാണ്. അവിടുന്ന് ടെർമിനലിലോട്ട് പോകും. ടെർമിനലിൽ നിന്ന് നമ്മൾ എയർപോർട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് ഓക്കെ ബൈ. ഞങ്ങൾ കൃതാർത്ഥരായി. ആരായി? കുറച്ച് ഉപ്പ് കൊണ്ടുവരണോ ഫ്രൈസിന്? അപ്പോൾ ഞങ്ങൾ രോമായിലുള്ള നമ്മൾ 3 മണിക്കൂർ കിടന്ന് ഉറങ്ങും. ഞങ്ങൾ ഫ്ലൈറ്റിനകത്താണ് എത്തിയിട്ട് സ്വീഡനിലോട്ട് പോകുവാണ്. എങ്ങോട്ടാണ്? സ്വീഡൻ. അപ്പോൾ നമുക്കിനി സ്വീഡൻ സ്റ്റോക്ക്ഹോമിൽ ചെന്നിട്ട് കാണാം ഗൈസ്. എൻ്റെ കണ്ണുകളുടെ പ്രാർത്ഥന പോലെ ഇല്ലേ ഗൈസ്? നല്ല പട്ടി അലച്ചിലായിരുന്നു. പക്ഷെ രോമം കാണാൻ പറ്റി. നല്ല രോമാലങ്കൃതമായിരുന്നു രോമിനെ കുറിച്ച് കേട്ടില്ലേ? രോമം. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ റോമിലെ കറക്കൊക്കെ കഴിഞ്ഞതേ സ്റ്റോക്ക്ഹോമിൽ ഇറങ്ങി. സ്റ്റോക്ക്ഹോമിൽ നിന്ന് അയർലാൻഡ് ഇറങ്ങി. അയർലാൻഡിൽ സ്റ്റോക്ക്ഹോം പോയി. ഇന്ന് അവിടെ കുറച്ച് തെണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അല്ലടാ?